നമസ്കാരം. മരിച്ചുപോയ ഒരാളെ വർഷങ്ങൾക്ക് ശേഷം കാണേണ്ടി വന്നാൽ എങ്ങനെയിരിക്കും? അത്തരത്തിലുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മരിച്ചു എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു വനിത ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കോടതി വിചാരണയ്ക്കിടെ വീഡിയോ ലിങ്ക് വഴിയാണ് ഇവർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ അത്ഭുത സംഭവം നടന്നത് അങ്ങ് UK-യിലാണ്. പക്ഷെ കണ്ടത് അവരുടെ പ്രേതത്തെ ഒന്നുമല്ല. സംഭവം ഇങ്ങനെയാണ്. ലണ്ടനിലുള്ള തന്റെ 3,50,000 പൗണ്ട് വില വരുന്ന വീട് തട്ടിയെടുക്കുന്നതിനായി വ്യാജ മരണ സർട്ടിഫിക്കറ്റ് വരെ തയ്യാറാക്കിയ തട്ടിപ്പുകാരനെ കോടതിയിൽ തുറന്നു കാട്ടുന്നതിനായിരുന്നു നൈജീരിയയിൽ നിന്നും ഇവർ വീഡിയോ ലിങ്ക് വഴി വിചാരണയിൽ പങ്കെടുത്തത്. 2019 ഫെബ്രുവരിയിൽ ജോൺ ആഷിമോള എന്ന 55-കാരി തന്റെ സ്വദേശത്ത് വെച്ച് മരിച്ചു എന്നായിരുന്നു റിപ്പോർട്ട്. ഇതോടെ ഇവരുടെ വീട്ടിന്റെ അവകാശത്തിനായി തർക്കവും ഉയർന്നു. എന്നാൽ താൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒരു തട്ടിപ്പിന് ഇരയായതാണെന്നും ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് ആയിട്ടായിരുന്നു ഇവർ ജഡ്ജി ജോൺ ലിൻഡുവിന് മുന്നിൽ വീഡിയോ ലിങ്കിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇവർ മരിച്ചതായി വ്യാജരേഖയുണ്ടാക്കുകയും ഇവരുടെ വീട്ടിന്റെ പവർ ഓഫ് അറ്റോർണി തട്ടിപ്പ് നടത്തിയ ടോണി ആഷിക്കോഴി തന്റെ സഹായികളുടെ പേരിൽ നൽകുകയും ചെയ്യുകയായിരുന്നു. 2018 ലണ്ടൻ വിട്ടുപോയ ആഷിമോള പിന്നീട് തിരിച്ചു വന്നില്ല. 2022 ഒക്ടോബറിൽ ബാക്കർ ലാസിസ് എന്ന വ്യക്തിക്ക് വേണ്ടി ഒരു റൂത്ത് സാമുവലിന്റെ പേരിൽ ആഷിമോളയുടെ വീട്ടിന്റെ പവർ ഓഫ് അറ്റോർണി നൽകുകയായിരുന്നു. താൻ 1993 ആഷിമോളയെ വിവാഹം കഴിച്ചതാണ് എന്നായിരുന്നു ലാസിസ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് തട്ടിപ്പായിരുന്നു എന്നും ലാസിസ് എന്ന വ്യക്തി ഇല്ലെന്നും കോടതിയിൽ തെളിഞ്ഞു. 2019 വിൽപത്രം എഴുതി വെക്കാതെ തന്നെ ആഷിമോള മരണമടഞ്ഞു എന്നായിരുന്നു കോടതിയിൽ ബോധിപ്പിച്ചത്. അത് സാക്ഷ്യപ്പെടുത്തുന്നതിനായി മരണ സർട്ടിഫിക്കറ്റും ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇത് തികച്ചും വ്യാജമാണെന്ന് അവർ കോടതിയിൽ പറഞ്ഞു. അനധികൃതമായി തന്നെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും അവർ പറഞ്ഞു. ഇവരുടെ സ്വത്തിനായി ദീർഘകാലമായി അവകാശം ഉന്നയിക്കുന്ന ടോണി ആഷിക്കോഴി എന്ന വ്യക്തിയുടെ തട്ടിപ്പായിരുന്നു ഇതെല്ലാം എന്നും അവർ പറഞ്ഞു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.